ഇന്ത്യൻ ക്രിക്കറ്റിലെ തങ്ങളുടെ പ്രിയപ്പെട്ട നായകൻ സഞ്ജു സാംസന്റെ വാക്കുകൾ കേട്ട് വിസ്മയിച്ച ക്രിക്കറ്റ് ലോകവും ആരാധകരും. ഇന്ത്യൻ ടീമിലെ സ്ഥാനത്തിനായി ഇനി ആരുമായും അനാവശ്യമായൊരു പോരാട്ടത്തിനോ മത്സരത്തിനോ താനില്ലെന്ന് മലയാളി താരം സഞ്ജു സാംസൺ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ശ്രീലങ്കയ്ക്കെതിരായ സുപ്രധാന ടെസ്റ്റ് ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് സഞ്ജു തന്റെ കരിയറിലെ ഈ ഏറ്റവും വലിയ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യക്തിപരമായ വളർച്ചയ്ക്കും കളിയുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനുമാണ് താനിപ്പോൾ മുൻഗണന നൽകുന്നതെന്നും ടീമിലെ സ്ഥാനത്തിനായുള്ള സങ്കീർണമായ എലിപ്പന്തയത്തിൽ താനില്ലെന്നും സഞ്ജു അത്യന്തം പക്വതയോടെ പറഞ്ഞു. പ്രധാന അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ സഞ്ജുവിനെ കാത്തിരിക്കുന്ന ആരാധകർക്ക് ഈ മാറ്റം അദ്ദേഹത്തിന്റെ കരിയറിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമായാണ് അനുഭവപ്പെടുന്നത്. സഞ്ജു സാംസന്റെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൻ ചർച്ചകൾക്കാണ് വഴിതിരിച്ചിരിക്കുന്നത്. ടീം സെലക്ഷന്റെ ഭ്രാന്തമായ സമ്മർദ്ദങ്ങളോ മാനേജ്മെന്റിന്റെ അവഗണനകളോ നോക്കാതെ സ്വന്തം പ്രകടനം മെച്ചപ്പെടുത്തുന്നതിൽ ഗ്രീസിലെ കളി ആസ്വദിക്കുന്നതിലുമാണ് സഞ്ജു ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. തന്റെ അന്താരാഷ്ട്ര കരിയറിനെ കുറിച്ച് സഞ്ജുവിനുള്ള വ്യക്തമായ കാഴ്ചപ്പാടാണ് ഈ പക്വതയാർന്ന ശാന്തതയിൽ നിന്ന് വെളിപ്പെടുന്നത്. സെലക്ടർമാരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം സ്വയം ഒരു മെച്ചപ്പെട്ട കളിക്കാരനാകുക എന്ന ആശയത്തെ ആരാധകരും വലിയ ആദരവോടെയാണ് കാണുന്നത്. ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി ഇന്ത്യൻ ടീമിനെ തിരഞ്ഞെടുക്കാനിരിക്കെ സഞ്ജുവിന്റെ ഭാവി എന്താകുമെന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ. നായക സ്ഥാനത്തേക്ക് സഞ്ജു. ഏഷ്യൻ ഗെയിംസിൽ കളിക്കുന്ന യുവ ഇന്ത്യൻ നിരയെ നയിക്കാൻ BCCI പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിലൊന്ന് സഞ്ജു സാംസന്റേതാണ്. യുവനിരയുടെ മാർഗദർശി. യുവതാരങ്ങൾ മാത്രം അണിനിരക്കുന്ന ടീമിന് IPL രാജസ്ഥാൻ റോയൽസിനെ വിജയകരമായി നയിച്ച സഞ്ജുവിന്റെ വലിയ പരിചയ സമ്പത്ത് കൂറ്റൻ കരുത്താകും. ക്യാമ്പ് തയ്യാറെടുപ്പുകൾ. നോക്കൌട്ട് മത്സരങ്ങളിൽ നേരിട്ട് ക്വാർട്ടർ ഫൈനലിൽ ഇറങ്ങുന്ന ഇന്ത്യക്ക് സഞ്ജുവിനെ പോലൊരു മികച്ച തന്ത്രജ്ഞനായ ക്യാപ്റ്റന്റെ സാന്നിധ്യം സ്വർണ്ണ മെഡൽ ഉറപ്പിക്കാൻ അത്യന്താപേക്ഷിതമാണ്. ഘടകം. നിലവിലെ അവസ്ഥ വിശകലനം. സഞ്ജുവിന്റെ പുതിയ നിലപാട് റെഡ് റേസ് അഥവാ സ്ഥാനത്തിനായുള്ള മത്സരങ്ങളിൽ നിന്നുള്ള പിന്മാറ്റം. ടെസ്റ്റ് ടീം പ്രഖ്യാപനം. ശ്രീലങ്കൻ പരമ്പരയ്ക്കുള്ള സ്ക്വാഡ് പരിഗണന. ഏഷ്യൻ ഗെയിംസ് റോൾ. ഇന്ത്യൻ ടീമിന്റെ പ്രധാന ലക്ഷ്യം വ്യക്തിഗതമായ വളർച്ചയും സമ്മർദ്ദമില്ലാത്ത പ്രകടനം. ശ്രീലങ്കൻ ടെസ്റ്റ് പരമ്പരയും ഗൗതം ഗംഭീറിന്റെ അടുത്ത 72 മണിക്കൂറും. അതേസമയം പ്രഖ്യാപിക്കാനിരിക്കുന്ന ശ്രീലങ്കൻ ടെസ്റ്റ് ടീമിലും ചില തന്ത്രപരമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് സ്പോർട്സ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. പരിശീലകൻ ഗൗതം ഗംഭീറിനും ചീഫ് സെലക്ടർക്കും അടുത്ത 72 മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. ടെസ്റ്റ് ഫോർമാറ്റിലേക്ക് സഞ്ജു. റെഡ് ബോൾ ക്രിക്കറ്റിൽ മധ്യനിരയിൽ മികച്ച റെക്കോർഡുകളുള്ള സഞ്ജു സാംസണെ ടെസ്റ്റ് ബോൾ ഫോർമാറ്റിലേക്ക് ഒരു സർപ്രൈസ് വിക്കറ്റ് കീപ്പർ ബാറ്ററായി പരിഗണിക്കണമെന്ന വാദം ശക്തമാണ്. തന്ത്രപരമായ ബാലൻസിംഗ്. ഏഷ്യൻ ഗെയിംസിലെ നായകസ്ഥാനവും ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയും മുന്നിൽ നിൽക്കെ സെലക്ടർമാർ ടീമിനെ എങ്ങനെ സന്തുലിതമാക്കുമെന്നാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. സമീപകാലത്തെ ബാറ്റിംഗ് റെക്കോർഡുകളും റെഡ് ബോൾ ക്രിക്കറ്റിലെ സഞ്ജുവിന്റെ കൗണ്ടർ അറ്റാക്കിംഗ് ശൈലിയും അദ്ദേഹത്തിന് ആനുകൂല്യമായ ഘടകങ്ങളാണ്. സ്ഥാനങ്ങൾക്കായി പരക്കം പായുന്നതിനോ സോഷ്യൽ മീഡിയ വിചാരണകളിൽ ആശങ്കപ്പെടുന്നതിനോ പകരം സ്വന്തം കളികളിലും ഫിറ്റ്നസിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സഞ്ജു എന്ന കായിക താരത്തിന്റെ ഉന്നത നിലവാരമാണ് കാണിക്കുന്നത്. ഏഷ്യൻ ഗെയിംസിലെ നായക സ്ഥാനമായാലും ടെസ്റ്റ് ടീമിലേക്കുള്ള തിരിച്ചുവരവായാലും സഞ്ജുവിന്റെ സാന്നിധ്യം ഇന്ത്യൻ ടീമിന് നൽകുന്ന ആത്മവിശ്വാസം അളവറ്റതാണ്. വരാനിരിക്കുന്ന തിരക്കേറിയ ക്രിക്കറ്റ് സീസണിൽ ഇന്ത്യൻ ടീമിന്റെ തന്ത്രങ്ങൾ എന്തായിരിക്കുമെന്ന് ഈ ദിവസങ്ങളിൽ അറിയാം. സഞ്ജുവിന്റെ ഈ ശാന്തവും പക്വതയാർന്നതുമായ സമീപനം അദ്ദേഹത്തിന് കരിയറിൽ കൂടുതൽ മികച്ച അവസരങ്ങൾ തുറന്നു നൽകുമെന്നാണ് ആരാധകരുടെ കട്ടയായ പ്രതീക്ഷ. ഇന്ത്യൻ ക്രിക്കറ്റിൽ സ്ഥാനങ്ങൾക്കായി വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ സ്വന്തം കഴിവിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ടു പോകുന്ന സഞ്ജു സാംസൺ വ്യത്യസ്തനാകുന്നു. BCCIയുടെ പ്രഖ്യാപനങ്ങൾ വരാനിരിക്കെ രാജ്യത്തിനായി ഏത് റോളിലും തിളങ്ങാൻ ഈ മലയാളി താരം സജ്ജമാണ്. ടീമിലെ സ്ഥാനങ്ങൾക്കായുള്ള മത്സരത്തിൽ നിന്ന് മാറി സ്വന്തം കളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സഞ്ജു സാംസന്റെ തീരുമാനത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഏഷ്യൻ ഗെയിംസിൽ സഞ്ജു ഇന്ത്യയെ നയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്രിക്കറ്റ് ലോകത്തെ ഇതുപോലുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങൾ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.